വയനാട് ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കേരളം ഇപ്പോഴും മുക്തമായിട്ടില്ല. കേന്ദ്രത്തിനോട് ഇപ്പോഴും ഫണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അർഹിച്ചതൊന്നും തന്നെ കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ആകെ നരേന്ദ്രമോദി വന്ന ഒരു ട്രിപ്പ് അടിച്ചിട്ട് കുഞ്ഞു കുട്ടികളെയൊക്കെ കൈ കാണിച്ചിട്ട് അങ്ങ് പോയി എന്നതല്ലാതെ ഒരു ഗുണവും കേരളത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അർഹതപ്പെട്ടത് ലഭിക്കാനായി കേരളം കൈനീട്ടുമ്പോൾ ദയയില്ലാതെ നിരസിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അടിപൊളി കാര്യം ചെയ്തിട്ടുണ്ട്. നരേന്ദ്രമോദി ചെയ്തതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കും ഞെട്ടലൊന്നും എന്തായാലും ഉണ്ടാകില്ല. അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് ട്രിപ്പ് പോകുന്ന നമ്മുടെ ദാമോദർ ദാസ് നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനത്തിന്റെ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭാര്യയ്ക്ക് ഒരു സമ്മാനം നൽകിയിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ സമ്മാനം. അതിന് കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാലും ആർഭാടം കാണിക്കുന്നതിൽ BJPക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല. ഇതൊന്നും നരേന്ദ്രമോദി സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. 2023 ജൂണിൽ അമേരിക്ക സന്ദർശിക്കുന്നതിനിടെയാണ് ജിൽ ബൈഡന് $20,000 അമേരിക്കൻ വിലയുള്ള വജ്രം നരേന്ദ്രമോദി സമ്മാനിച്ചത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട കണക്കിലാണ് ഒരു വിദേശ നേതാവ് സമ്മാനിക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ സമ്മാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്തൊരവസ്ഥയാണ് എന്ന് നോക്കണം. ഇവിടെ ഇപ്പോഴും വയനാട്ടിലെ ജനങ്ങൾ അവർക്ക് അർഹതപ്പെട്ടതിനെ യാചിക്കുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പോരാത്തതിന് സുരേഷ് ഗോപിയെ പോലുള്ള കേന്ദ്രമന്ത്രിയൊക്കെ അവിടെ ഉണ്ടായിട്ടും വയനാടിനെ അവർ കാണാതെ പോകുകയാണ്. പക്ഷെ അമേരിക്കയിലെ പെണ്ണിന് ഡയമണ്ട് കൊടുക്കാൻ ഇന്ത്യയിൽ കാശുണ്ട്. കേരളത്തിൽ BJPക്ക് കാലുറപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് വയനാടിനോടുള്ള ഈ അവഗണനയും. ലാബിൽ വികസിപ്പിച്ച പരിസ്ഥിതി സൗഹൃദമായ 7.5 ക്യാരറ്റിന്റെ വജ്രമാണ് വൈറ്റ് ഹൗസിൽ നടന്ന അത്താഴ വിരുന്നിൽ മോദി സമ്മാനിച്ചത്. അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് 16 ലക്ഷം രൂപ വില വരും. ഇന്ന് ഒരു ഡോളറിന് 90 രൂപ വെച്ച് കണക്കൂട്ടുകയാണെങ്കിൽ 18 ലക്ഷം രൂപ വരും. ഉപനിഷത്തുകളും എണ്ണവിളക്കും ഇതോടൊപ്പം ഒക്കെ നൽകിയിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ $6,232 വില അധികം വരും. അതായത് 5,60,000 രൂപ വേറെ. പ്രസിഡന്റ് ബൈഡന്റെ സമ്മാനങ്ങൾ നാഷണൽ ആർക്കീവ്സ് ആൻഡ് റെക്കോർഡ്സ് അഡ്മിനിസ്ട്രേഷനിലേക്ക് കൈമാറിയപ്പോൾ പ്രഥമ വനിതയുടെ വജ്രം ഈസ്റ്റ് വിങ്ങിലെ ഔദ്യോഗിക ഉപയോഗത്തിനായി നിലനിർത്തിയതായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച വാർഷിക അക്കൗണ്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. പ്രകൃതിദത്തമായ വജ്രം രൂപപ്പെടുന്നതിന്റെ സമാനമായ സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ നിർമ്മാണത്തിനും ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ജം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിൽ കൺവീനർ സ്മിത്ത് പട്ടേൽ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷത്തെ അനുസ്മരിപ്പിച്ചാണ് 7.5 ക്യാരറ്റ് വജ്രം കൈമാറിയതെന്നും ടൈപ്പ് 2 പെടുന്ന ശുദ്ധമായ വജ്രമാണ് ഇത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2022 മോദി $1000 വില വരുന്ന പെയിന്റിങ്ങും കൈമാറിയിട്ടുണ്ടായിരുന്നു. $850 വില വരുന്ന വോൾ ഹാങ്ങറും ജാലി വർക്ക് ബോക്സും കൈമാറിയിട്ടുണ്ട്. ഉക്രൈൻ അംബാസഡർ നൽകിയ $14,063 അമേരിക്കൻ വില വരുന്ന സുഗന്ധ ലേപനമാണ് ഇതിനു മുൻപ് കൈമാറിയിട്ടുള്ള ഏറ്റവും വില കൂടിയ സമ്മാനം. അതാണ് ഇപ്പൊ നമ്മുടെ മോദി മാറ്റിയിരിക്കുന്നത്. സൗത്ത് കൊറിയയിൽ നിന്ന് $7,200 വില വരുന്ന ഫോട്ടോ ആൽബവും $3,300 വില വരുന്ന മംഗോളിയൻ യോദ്ധാവിന്റെ പ്രതിമ മംഗോളിയൻ പ്രധാനമന്ത്രിയും നൽകിയിട്ടുണ്ട്. CAA ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുമായി ലഭിച്ച 1,32,000 അമേരിക്കൻ സമ്മാനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നും ഫെഡറൽ റിസർവിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്.